ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഒരുപാട് ക്യാമറ നിർമ്മാതാക്കളുണ്ട്. സോണി, നിക്കോൺ, കാനോൺ, പെൻടാക്സ്, ഫ്യൂജി ഫിലിം, ഒളിമ്പസ്, പാനസോണിക്, അങ്ങനെ ഒരുപാട് ക്യാമറ നിർമ്മാതാക്കളുണ്ട്. DSLR ക്യാമറയാണെങ്കിലും മിറർലെസ് ക്യാമറയാണെങ്കിലും അതുപോലെ ഏത് ഫോർമാറ്റിലുള്ള കോമ്പാക്റ്റ് ക്യാമറകളാണെങ്കിലും ഒക്കെ ഒരുപാട് ക്യാമറ നിർമ്മാതാക്കൾ നമ്മുടെ ഈ വേൾഡിലുണ്ട്. ഇത്രയും നാൾ ഫോണിൽ ഫോട്ടോ എടുത്തവർ ഒരു പുതിയ ക്യാമറ വാങ്ങാനായിട്ട് നോക്കുമ്പോൾ അവരുടെ മനസ്സിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അല്ലെങ്കിൽ അവരുടെ ഒരു മെയിൻ കൺസേൺ ആയിരിക്കും ബഡ്ജറ്റ്, അല്ലെങ്കിൽ എത്ര പൈസ ഇതിന് മുടക്കാം, അല്ലെങ്കിൽ ഒരുപാട് പൈസ കൊടുത്തിട്ട് ക്യാമറ വാങ്ങണോ എന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക്, അല്ലെങ്കിൽ ഒരുപാട് പൈസ മുടക്കാനില്ലാത്തവർക്ക്, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്യാമറ നോക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു എപ്പിസോഡാണ്. ഇന്ത്യയിൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വില കുറവുള്ള എന്നാൽ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ പരിചയപ്പെടുത്തുന്നത്. ഇത് ചീപ്പസ്റ്റ് ക്യാമറ ബട്ട് ഡീസൻ്റ് ആയിട്ടുള്ള ഇമേജസ് ഡെലിവർ ചെയ്യുന്ന, വളരെ ഡീസൻ്റ് ആയിട്ടുള്ള എന്താ പറയുക, നല്ല രീതിയിലുള്ള ഒരു ബാറ്ററി കേപ്പബിലിറ്റി, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള എന്താ പറയുക ക്വാളിറ്റി, ഇമേജസിൻ്റെ ക്വാളിറ്റി, വീഡിയോ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വീഡിയോ എടുക്കാൻ പറ്റുക, അങ്ങനെയുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു എൻട്രി ലെവൽ ഫോട്ടോഗ്രാഫറിന്, അല്ലെങ്കിൽ ഒരു എൻട്രി ലെവലിൽ ഒരു ബിഗിനർ ലെവലിൽ ഒക്കെ നോക്കുന്നവർക്ക് പറ്റിയൊരു ക്യാമറയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നിക്കോണിൻ്റെ 3500. നിങ്ങൾക്കറിയാം, ഒരു എൻട്രി ലെവൽ ക്യാമറ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു APS-C സെൻസർ ഫോർമാറ്റിലുള്ള ഒരു ക്യാമറ ആയിരിക്കും. അല്ലെങ്കിൽ ഫുൾ ഫ്രെയിം ക്യാമറയൊന്നും നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, അല്ലെങ്കിൽ ഏറ്റവും ബഡ്ജറ്റ് ലെവൽ, ചീപ്പ് ലെവൽ എന്നൊന്നും പറഞ്ഞൊരു ഫുൾ ഫ്രെയിം ക്യാമറയൊന്നും നമുക്ക് ഒരിക്കലും കിട്ടില്ല. ഇവ APS-C ഫോർമാറ്റിലുള്ള CMOS സെൻസർ ഉള്ള ഒരു ക്യാമറയാണ് നിക്കോണിൻ്റെ 3500. 24 മെഗാ പിക്സലിൻ്റെ ഒരു റെസൊല്യൂഷനാണ് ഈ ഒരു ക്യാമറയ്ക്കുള്ളത്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു 3400യുടെ ഒരു അപ്ഗ്രേഡഡ് വേർഷനാണ് ഈ ഒരു ക്യാമറ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ ക്യാമറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, ഒരു എൻട്രി ലെവൽ ക്യാമറയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് ഉണ്ടാകേണ്ട ഒരു കാര്യം ഈ ഒരു ക്യാമറയ്ക്കുണ്ട്. അത് ഞാൻ അവസാനം പറയാം. ഇനി ജനറലി, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ മെയിൻ സ്പെസിഫിക്കേഷൻസ് എന്ന് നോക്കാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ 24 മെഗാ പിക്സലിൻ്റെ APS-C CMOS സെൻസറാണ് ഈ ഒരു ക്യാമറയ്ക്കുള്ളത്. ഇമേജ് പ്രോസസ്സർ നോക്കുകയാണെങ്കിൽ നിക്കോണിൻ്റെ മറ്റ് ക്യാമറകളിലൊക്കെയുള്ള എക്സ്പീഡ് പ്രോസസ്സറിൻ്റെ എക്സ്പീഡ് 4 എന്ന് പറയുന്ന ഒരു വേർഷനാണ് ഇമേജ് പ്രോസസ്സിംഗ് എഞ്ചിൻ, അല്ലെങ്കിൽ ഇമേജ് പ്രോസസ്സറായിട്ട് കൊടുത്തിരിക്കുന്നത്. ISO റേഞ്ച് നോക്കുകയാണെങ്കിൽ 100 to 25,600 വരെയാണ് ഇതിൻ്റെ ഒരു ISO റേഞ്ച് വരുന്നത്. പക്ഷേ നിങ്ങൾ ഒരിക്കലും ഈ ഒരു ക്യാമറയെ ഒരു ഫുൾ ഫ്രെയിം ക്യാമറയായിട്ട് കമ്പയർ ചെയ്യരുത്, അല്ലെങ്കിൽ ഒരു ഫുൾ ഫ്രെയിം ഒരു പ്രൊഫഷണൽ ക്യാമറയുടെ ഇമേജ് ക്വാളിറ്റി ആയിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യരുത്. ഇതൊരു എൻട്രി ലെവൽ ക്യാമറയാണ്, അത് നമ്മൾ ഇടയ്ക്കൊന്ന് ഓർത്തോളുക. എനിവേ 100 to 25,600 വരെയാണ് ഇതിൻ്റെ ഒരു ISO കേപ്പബിലിറ്റി. ഫോക്കസിങ് പോയിൻറ്റ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക ക്യാമറകളിലും ഒരു 700 അല്ലെങ്കിൽ 759 ഒക്കെ AF പോയിൻറ്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ സോണിയുടെ ക്യാമറകളിലൊക്കെ ഓൾമോസ്റ്റ് 700-ന് മുകളിൽ AF പോയിൻറ്റ്സ് ഉണ്ട്. എന്നാൽ ഈ ഒരു ക്യാമറയ്ക്ക് ഫോക്കസ് പോയിൻറ്റ്സ് വരുന്നത് 11 ഫോക്കസ് പോയിൻറ്റ്സ് ആണ് ഉള്ളത്, 11 AF പോയിൻറ്റ്സ് ആണ് ഉള്ളത്. അത് ഒപ്റ്റിക്കൽ വ്യൂ ഫൈൻഡറിൽ കൂടെ നോക്കുമ്പോൾ 11 AF പോയിൻറ്റ്സ് ആണ് നിങ്ങൾക്കുള്ളത്. കണ്ടിന്യൂസ് ഷൂട്ടിങ്ങിൻ്റെ ഒരു സ്പീഡ് നോക്കുകയാണെങ്കിൽ 5 ഫ്രെയിംസ് പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ 5 ഫ്രെയിംസ് കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വീഡിയോ കേപ്പബിലിറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് 4K വീഡിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിൽ ചെയ്യാൻ പറ്റില്ല. 1080 റെസൊല്യൂഷനിൽ, അല്ലെങ്കിൽ 1080 ഫുൾ HD FHD 1080-ൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. 60 FPS ഇമേജ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു വൈഫൈ കണക്ടിവിറ്റി അങ്ങനെയുള്ള രീതിയിലൊക്കെ നോക്കുകയാണെങ്കിൽ ബ്ലൂടൂത്ത് ആണ് ഈ ഒരു ക്യാമറയ്ക്കുള്ളത്. നിക്കോണിൻ്റെ മറ്റ് പല ക്യാമറകളിലും ഉള്ളതുപോലെ സ്നാപ് ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു ബ്ലൂടൂത്ത് ടെക്നോളജി, അല്ലെങ്കിൽ ബ്ലൂടൂത്ത് വേർഷൻ വെച്ചിട്ടാണ് ഇതിൻ്റെ ഇമേജ് ട്രാൻസ്ഫർ നടക്കുന്നത്. LCD സ്ക്രീന് ആർട്ടിക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള LCD സ്ക്രീനാണ് ഉള്ളത്. അതുപോലെ തന്നെ എന്താ പറയുക, ബാറ്ററി ലൈഫ് നോക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ ഫോട്ടോസ് എടുക്കാൻ പറ്റും. 1500-നടുത്ത് ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പറ്റും. ഒരു EN-EL ബാറ്ററിയാണ് ഇതിന് കൂട്ടത്തിലുള്ളത്. ഇപ്പോൾ എൻ്റെ വീഡിയോയുടെ താഴെ ഒരുപാട് പേര് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ ക്യാമറ സജസ്റ്റ് ചെയ്യാമോ എന്ന്. ആക്ച്വലി ഈ ഒരു വീഡിയോ ഇതിനോട് ചേർത്തൊന്ന് പറഞ്ഞോട്ടെ, ഇതൊരു വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫിക്കോ അങ്ങനെയുള്ള വലിയ രീതിയിലുള്ള ഇവൻറ്റ്, അല്ലെങ്കിൽ എന്താ പറയുക ഒരു പ്രൊഫഷണൽ ലെവലിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്യാമറയല്ല. ഇതൊരു എൻട്രി ലെവൽ ക്യാമറയാണ്. അല്ലെങ്കിൽ ഒരു ഇത്രയും നാൾ ഫോണിൽ ഫോട്ടോ എടുത്തിട്ട് പെട്ടെന്ന് ഒരു ക്യാമറ വാങ്ങണം, അല്ലെങ്കിൽ ഒരു ക്യാമറയിലേക്ക് ഒന്ന് മാറണം, ക്യാമറയിൽ ഫോട്ടോ എടുക്കണം, അല്ലെങ്കിൽ DSLR വാങ്ങണം, അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു യങ് എന്താ പറയുക ഒരു ബിഗിനർ ലെവലിലുള്ള ഒരു ഫോട്ടോഗ്രാഫറിന് പറ്റിയ ഒരു ക്യാമറയാണ്. ഫോട്ടോഗ്രാഫിയിലെ എന്താ പറയുക ഒരു കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്, ഫോട്ടോഗ്രാഫി ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്യാമറയാണ്. ഇതിൻ്റെ മെക്കാനിസവും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടെക്നോളജിയും, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു മെക്കാനിസം, ഒരു DSLR-ൻ്റെ ഒരു മെക്കാനിസം എന്താണ്, അതിൻ്റെ ബട്ടൺ ഓറിയൻറ്റേഷൻ എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഇതിൻ്റെ ആ ഒരു സിസ്റ്റം എങ്ങനെയാണെന്ന് പഠിക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്യാമറയാണ് തീർച്ചയായിട്ടും നിക്കോണിൻ്റെ 3500. ഓട്ടോ ഫോക്കസിങ്ങിൻ്റെ ടെക്നോളജി നോക്കുകയാണെങ്കിൽ ഫേസ് ഡിറ്റക്ഷൻ ഓട്ടോ ഫോക്കസ്, അതുപോലെ തന്നെ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള സബ്ജക്റ്റിനെ ട്രാക്ക് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കേപ്പബിലിറ്റി, അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരിക്കും ഈ ഒരു ക്യാമറയ്ക്ക് ഉള്ളത്. അതുപോലെ തന്നെ ഫോക്കസ് പോയിൻറ്റ്സിൻ്റെ എണ്ണത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 11 ഫോക്കസ് പോയിൻറ്റ്സ് ആണ് ഈ ഒരു ക്യാമറ
ക്യാമറയ്ക്കുള്ളത്. അതൊരു എന്താ പറയുക, ഒരു പ്രൊഫഷണൽ ലെവലിൽ നോക്കുന്നവർക്ക് അതൊരിക്കലും പറ്റുന്ന കാര്യമല്ല. അതുപോലെ തന്നെ മൂവിങ് ഒബ്ജക്റ്റിനെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നൊരു ടൈപ്പ് ഓഫ് ഫോട്ടോഗ്രാഫി, ബേർഡ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ എന്താ പറയുക സ്പോർട്സ് ഫോട്ടോഗ്രാഫി, അങ്ങനെയൊക്കെ നോക്കുന്നവർക്ക് ഇതിൻ്റെ പെർഫോമൻസ് ഒരു ലിമിറ്റഡ് പെർഫോമൻസ് ആണ്. അതുപോലെ തന്നെ ഫേസ് ഡിറ്റക്ഷൻ അങ്ങനെയൊക്കെ നോക്കുന്നവർക്ക് ഈ ഒരു ക്യാമറ പറ്റുന്ന ക്യാമറയല്ല. എൻട്രി ലെവൽ ഫോട്ടോഗ്രാഫറിന് ഏറ്റവും മികച്ച രീതിയിൽ ഫോട്ടോ എടുക്കാൻ കഴിയുന്ന ഒരു ഫീച്ചർ ഈ ഒരു ക്യാമറയിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്യാമറയുടെ ഗൈഡ് മോഡാണ്. ഏത് രീതിയിൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഏതൊക്കെ മോഡ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഫോട്ടോഗ്രാഫറിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഗൈഡ് മോഡ് ഈ ഒരു ക്യാമറയ്ക്ക് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന, ഇതിന് മുമ്പുണ്ടായിരുന്ന മോഡൽ 3400 ഈ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. 3500 വരുമ്പോഴാണ് ഈ ഒരു ഓപ്ഷൻ ഉള്ളത്. എനിവേ ഇതിൻ്റെ പ്രൈസ് കൂടി പറയാം. ഓൾമോസ്റ്റ് 35,000 ആണ് ഇതിന് പ്രൈസ് വരുന്നത്. ഓഫർ ടൈമിൽ ഒരു 34,000 അല്ലെങ്കിൽ 35,000 ആ ഒരു റേഞ്ചിന് ആയിരിക്കും നമുക്ക് ഈ ഒരു ക്യാമറ അവൈലബിൾ ആയിരിക്കുക. ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ കിട്ടാനായിട്ട് സാധ്യതയുള്ള ക്യാമറയാണ് നിക്കോണിൻ്റെ 3500. എനിവേ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫോർ നൗ, ലെറ്റ്സ് ഫോട്ടോ വർക്ക്.